സിനിമകളിൽ ഒരുപാട് നടീനടന്മാർ കോമഡി പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോയിട്ടുള്ള ഒരുപാട് നടീനടന്മാരുണ്ട്. അത്തരത്തിൽ അഭിനയിക്കുന്നതിനിടയിൽ ചിരി നിർത്താനാകാതെ ഒടുവിൽ അറിയാതെ ചിരിച്ചു പോയിട്ടുള്ള നടീനടന്മാർ ആരൊക്കെയാണെന്നും ഏതൊക്കെ സിനിമകളാണെന്നുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ലിസ്റ്റിലെ ആദ്യത്തെ സിനിമയാണ് 2001 സത്യൻ അന്തിക്കാട് സിനിമയായ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. സിനിമയിലെ ഒരു ഭാഗത്തായി ഇന്നസെന്റ് അടിയുണ്ടാക്കാൻ വന്ന് പിന്നീട് അവസാനം മാപ്പ് പറയുന്ന ഒരു രംഗമുണ്ട്. ആ സീനിൽ ഏത്തമിട്ടുകൊണ്ട് മാപ്പ് പറയുന്നതിനിടയിൽ ഇന്നസെന്റ് കയ്യിൽ നിന്നും കുറെ ഡയലോഗ് എക്സ്ട്രാ ഇടും. ആ സമയത്ത് ഇന്നസെന്റ് കയ്യിൽ നിന്നിട്ട ഡയലോഗ് കേട്ട് ചിരി നിർത്താനാകാതെ ഒരുപാട് നേരം ചിരിക്കുന്ന കുഞ്ചാക്കോ ബോബനെ നമുക്ക് കാണാൻ കഴിയും. ഇന്നസെന്റ് കയ്യിൽ നിന്ന് ഡയലോഗ് ഇട്ട് ചിരിപ്പിച്ച മറ്റൊരു സിനിമയാണ് 1991 കമൽ സിനിമയായ ഉള്ളടക്കം. അവിടെ ഇന്നസെന്റ് പറയുന്ന ഡയലോഗിന്റെ കൂടെ കയ്യിൽ നിന്ന് ഡയലോഗ് ഇട്ടപ്പോൾ അടുത്തിരിക്കുന്ന മോഹൻലാൽ ഇത് കേട്ടുകൊണ്ട് നല്ലതുപോലെ ചിരിക്കുന്നതായി കാണാൻ കഴിയും. ഈ രണ്ട് സിനിമകൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായി കാണാൻ കഴിയും. മറ്റൊരു മലയാള സിനിമയാണ് 1997 അനിൽ ബാബു സിനിമയായ മന്നാടിയാർ പെണ്ണിനെ ചെങ്കോട്ടച്ചക്കൻ. സിനിമയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് മുകേഷും ഇന്നസെന്റും ഒരുപാട് ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അവരുടെ പിറകിലായി ഇതെല്ലാം കേട്ടുകൊണ്ട് കൊച്ചിൻ ഹനീഫ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവിടെ നിന്നിരുന്ന ജഗതി വെറുതെ ഒരു എക്സ്പ്രഷൻ കൊച്ചിൻ ഹനീഫയുടെ മുഖത്ത് നോക്കിയിട്ടിടും. ജഗതിയുടെ ആ ഒരു എക്സ്പ്രഷൻ കണ്ട കൊച്ചിൻ ഹനീഫ ചിരി നിർത്താനാകാതെ ഫ്രെയിമിൽ നിന്നും മാറിപ്പോയി ചിരിച്ചിട്ട് വീണ്ടും തിരികെ ഫ്രെയിമിലേക്ക് വരുന്നതായിട്ട് കാണാം. ആ ഒരു സീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സീനായിരുന്നു അത്. അതിന്റെ കൂടെ ജഗതിയുടെ ഒരു എക്സ്പ്രഷനും. അപ്പോൾ പിന്നെ ആരായാലും ചിരിച്ചു പോകും. ഇതേ കൊച്ചിൻ ഹനീഫ അഭിനയിക്കുമ്പോൾ ചിരിച്ച മറ്റൊരു സിനിമയാണ് 1998 രാജസേനൻ സിനിമയായ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. സിനിമയിലെ ഒരു ഭാഗത്തായി കൊച്ചിൻ ഹനീഫയും ജഗതിയും ഇന്നസെന്റും സുധീഷും ഇരുന്നുകൊണ്ട് യമുന റാണിയെ കുറിച്ച് വർണ്ണിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഇന്നസെന്റ് യമുന റാണി മനീഷ കൊയ്രാളെ പോലെയാണെന്ന് പറയുമ്പോൾ അത് കേട്ട് കൊച്ചിൻ ഹനീഫ മുഖം പൊത്തിച്ചിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ആ ഒരു സീൻ പെട്ടെന്ന് കട്ടായി പോവുകയും പിന്നീട് വേറൊരു ആംഗിളിൽ വെച്ചാണ് ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ഒരുപക്ഷെ കൊച്ചിൻ ഹനീഫയുടെ ആ ഒരു അപ്രതീക്ഷിതമായ ചിരിയായിരിക്കാം അതിനൊരു കാരണം. മറ്റൊരു സിനിമയാണ് 1993 സുരേഷ് ഉണ്ണിത്താൻ സിനിമയായ ഭാഗ്യവാൻ. സിനിമയിലെ ഒരു ഭാഗത്തായി വിജയരാഘവനും ശ്രീനിവാസനും ജഗതിയും ഒരു ചായക്കടയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ജഗതി തന്റെ പട്ടാളക്കഥ പറയുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന പഴമെടുത്ത് മുഴുവനുമായി വിഴുങ്ങുന്നുണ്ട്. അപ്രതീക്ഷിതമായി ജഗതി കയ്യിൽ നിന്നും വിട്ട ഈ ഒരു പരിപാടി കണ്ട് അടുത്തിരിക്കുന്ന ശ്രീനിവാസൻ പൊട്ടിച്ചിരിക്കുന്നതായി കാണാം. എന്നാൽ ശ്രീനിവാസന്റെ ആ ഒരു ചിരി അപ്രതീക്ഷിതമായതുകൊണ്ട് എഡിറ്റിംഗിൽ പെട്ടെന്ന് തന്നെ കട്ടാക്കി കളയുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ അഭിനയിക്കുമ്പോൾ ചിരിക്കുകയും എന്നാൽ എഡിറ്റിംഗിൽ കട്ട് ചെയ്യാൻ മറന്നുപോയ ഒരു സിനിമയാണ് 1999 സിദ്ദിഖ് സംവിധാനം ചെയ്ത ഫ്രണ്ട്സ്. സിനിമയിലെ ഏറ്റവും വലിയ കോമഡി നടക്കുന്ന ആ ഒരു സമയത്ത് ജനാർദ്ദനൻ ജയറാമിനെയും മുകേഷിനെയും വിളിച്ചു വരുത്തി ദേഷ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. എന്നാൽ ജനാർദ്ദനന്റെ ആ ഒരു കോലം കണ്ട് അടുത്ത് നിൽക്കുന്ന മുകേഷിനും ജയറാമിനും ചിരി അടക്കാൻ പറ്റാതെ അവർ ചിരിച്ചു പോകുന്നതായി കാണാം. പക്ഷേ സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റർ ആ ഒരു സീൻ പ്രോപ്പറായി കട്ട് ചെയ്യാൻ മറന്നുപോയി. അധികം ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു സംഭവമാണ് 1991 അശോകൻ താഹ എന്നിവർ സംവിധാനം ചെയ്ത മൂക്കില രാജ്യത്ത് എന്ന സിനിമ. സിനിമയിലെ കാശിത്തുമ്പ കാവ എന്നൊരു പാട്ടിനിടയിൽ അവശനായി നടന്നു വരുന്ന ജഗതിയെ എടുത്തുകൊണ്ട് പോകുന്ന തിലകനെയും സിദ്ദിഖിനെയും കാണാം. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ സീനിലെ ജഗതിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരി നിർത്താൻ പാടുപെടുന്ന സിദ്ദിഖിനെ കാണാൻ കഴിയും. പക്ഷേ അതൊരു ചെറിയ സീനായതുകൊണ്ട് അധികം ആരും ആ ഒരു രംഗം നോട്ടീസ് ചെയ്തിട്ടില്ല. ലിസ്റ്റിലെ മറ്റൊരു മലയാള സിനിമയാണ് 2013 വിജയ് തമ്പി സിനിമയായ നാടോടി മന്നൻ. സിനിമയിലെ ഒരു ഭാഗത്തായി സസ്പെൻഷൻ കിട്ടിയ പോലീസുകാരനായ സലീം കുമാർ തന്റെ ഭാര്യയോട് സംസാരിക്കുന്നതിനിടയിൽ ചാരുകസേരയിൽ നിന്നും ഒരു പ്രത്യേക രീതിയിൽ എഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ട്. എന്നാൽ സലീം കുമാറിന്റെ ഈ ഒരു പരിപാടി കണ്ടിട്ട് അടുത്ത് നിൽക്കുന്ന നടിയായ ഗായത്രി ചിരിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ സലീം കുമാർ സ്പോട്ടിൽ റിയാക്ഷൻ ഇട്ടതുകൊണ്ടായിരിക്കാം നടിയായ ഗായത്രി പെട്ടെന്ന് ചിരിക്കാനിടയായത്. മറ്റൊരു മലയാള സിനിമയാണ് 2003 കമൽ ദിലീപ് സിനിമയായ ഗ്രാമഫോൺ. സിനിമയിലെ ഒരു ഭാഗത്തായി ബില്ലടയ്ക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുന്ന ദിലീപിന്റെ ഒരു രംഗമുണ്ട്. എന്നാൽ ദിലീപിന്റെ ചില പ്രത്യേക രീതിയിലുള്ള സംസാരം കണ്ടിട്ട് അടുത്ത് നിൽക്കുന്ന കലാഭവൻ നിയാസ് ചിരിക്കുന്നതായി കാണാം. പക്ഷേ നിയാസ് ചിരിച്ചിട്ടും ദിലീപ് ആ സീൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദിലീപ് സിനിമകളിൽ ഡയലോഗ് പറയുന്നതിനിടെ ചിരി വരുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. 2015 ഷാഫി സിനിമയാണ് 2 കൺട്രീസ്. സിനിമയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത സുരാജ് വഞ്ഞാറമൂടും ദിലീപും പോലീസുകാരോട് കോപ്രായം കാട്ടി സംസാരിക്കുന്നതിനിടയിൽ രണ്ടുപേരുടെയും ഡയലോഗുകൾ കേട്ട് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നതായി കാണാം. ഒരേ സീനിലെ രണ്ടുപേരുടെയും ഡയലോഗുകൾ കേട്ട് പരസ്പരം ചിരിക്കുന്നത് വളരെ കൗതുകകരമായ ഒന്നാണ്. മറ്റൊരു ദിലീപ് സിനിമയാണ് 2005 പാണ്ടിപ്പട. 30 ഏക്കർ സ്ഥലത്തിനെ ചൊല്ലി രാജൻ ബി ദേവും പ്രകാശ് രാജും തർക്കിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പറയാൻ അറിയാതെ കുഴഞ്ഞു പോകുന്ന പ്രകാശ് രാജിന്റെ റിയാക്ഷൻ കണ്ട് ദിലീപ് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. എന്നാൽ ചിരിക്കുന്ന ദിലീപിനെ പെട്ടെന്ന് തന്നെ ഫ്രെയിമിൽ നിന്നും സംവിധായകൻ മാറ്റുകയും ചെയ്തു. പക്ഷേ സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഔട്ടിലെ ദിലീപിന്റെ ചിരി എഡിറ്റർ കട്ട് ചെയ്ത് കളയാൻ മറന്നുപോയി. ലിസ്റ്റിലെ മറ്റൊരു ദിലീപ് സിനിമയാണ് 2004 രസികൻ.
കൊച്ചുകുട്ടിയെ ദിലീപ് അഭിനയം പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി പ്രണയത്തെക്കുറിച്ച് ഡയലോഗ് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ദിലീപ് ഇതെല്ലാം കേട്ട് ചിരിയടക്കാൻ പാടുപെടുന്നതായി കാണാം. ഇതേ രീതിയിൽ സംഭവിച്ച മറ്റൊരു ദിലീപ് സിനിമയാണ് 1997 മന്ത്രമോതിരം. പത്രത്തിൽ ഫോട്ടോ വരാത്തതിന്റെ പേരിൽ കവലയിൽ കിടന്ന് ഇന്ദ്രൻസ് വഴക്കുണ്ടാക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ചില എക്സ്പ്രഷൻ കണ്ടിട്ട് പിറകിൽ നിൽക്കുന്ന ദിലീപ് അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. കോമഡികളുടെ രാജാവായ പ്രിയദർശന്റെ സിനിമകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1994 മോഹൻലാൽ പ്രിയദർശൻ സിനിമയാണ് മിന്നാരം. സിനിമയിലെ ഒരു ഭാഗത്തായി ശോഭനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവായി വന്ന മണിയൻപിള്ള രാജുവിന്റെ സീൻ എല്ലാവർക്കും ഇന്നും ഓർമ്മയുണ്ട്. ശരിക്കും ഒരു മണിയൻപിള്ള രാജു ഷോ തന്നെയായിരുന്നു ആ ഒരു സീൻ. ആ സീനിലെ ഒരു ഭാഗത്തായി മണിയൻപിള്ള രാജു എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നാണെന്ന് പറയുന്നുണ്ട്. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ശോഭന ഇത് കേട്ട് പെട്ടെന്ന് ചിരിക്കുന്നതായി കാണാം. ശോഭന മാത്രമല്ല, ആ ഒരു സീനിൽ ഉണ്ടായിരുന്ന മറ്റൊരു നടിയും മണിയൻപിള്ള രാജുവിന്റെ ഈ ഒരു ഡയലോഗ് കേട്ട് ചിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രിയദർശൻ സിനിമയാണ് 1991 കിലുക്കം. സിനിമയിലെ ഒരു ഭാഗത്തായി ഹിന്ദി സംസാരിക്കാൻ അറിയാത്ത ജഗതിയുടെ കഥാപാത്രത്തെ വിരട്ടുന്ന സമദ് ഖാനെ കാണിക്കുന്നുണ്ട്. സമദ് ഖാൻ ചോദ്യം ചെയ്യുമ്പോൾ ജഗതി ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഇട്ട് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ജഗതിയുടെ ഈ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് അടുത്ത് നിൽക്കുന്ന കൊല്ലം തുളസിക്ക് ചിരി വരികയും അദ്ദേഹം കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് ചിരിയടക്കാൻ പാടുപെടുന്നതായും കാണാൻ കഴിയും. ലിസ്റ്റിലെ മറ്റൊരു സിനിമയാണ് 2015 അൽഫോൻസ് പുത്രൻ സിനിമയായ പ്രേമം. സിനിമയിൽ ഇത് പുത്തൻ കാലം എന്നൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടിൽ സിജു വിൽസൺ ഒരു കേക്ക് എടുത്ത് കഴിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന നിവിൻ പോളി ഇത് കണ്ട് ചിരിക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ ആ ഒരു ചിരി നാച്ചുറലാക്കാൻ വേണ്ടി അൽഫോൻസ് പുത്രൻ എഡിറ്റിംഗിൽ നിവിൻ പോളിയുടെ ആ ഒരു ചിരി ഫെയ്ഡ് ഔട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അഭിനയിക്കുമ്പോൾ ചിരിക്കുന്ന കാര്യത്തിൽ മോഹൻലാലും ഒട്ടും മോശമല്ല. 2007 മോഹൻലാൽ സിനിമയാണ് ഛോട്ടാ മുംബൈ. സിനിമയിലെ ഒരു ഭാഗത്തായി രാജൻ ബി ദേവും ജഗതിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിനിടയിൽ ജഗതി ചില മാരകമായ എക്സ്പ്രഷനുകളും ഡയലോഗുകളും കയ്യിൽ നിന്നും ഇടുന്നുണ്ട്. ജഗതി ശ്രീകുമാറിന്റെ ഈ ഒരു പരിപാടി കണ്ട് അടുത്തു നിൽക്കുന്ന മോഹൻലാലിന് നല്ലതുപോലെ ചിരി വരുന്നതായും ആ ചിരി മോഹൻലാൽ അടക്കി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. മറ്റൊരു മോഹൻലാൽ സിനിമയാണ് 1986 സന്മനസ്സുള്ളവർക്ക് സമാധാനം. പോലീസിനെ പേടിയില്ല എന്ന് പറഞ്ഞ KPSL എഴുതി അടിക്കാൻ വരുന്ന ശ്രീനിവാസൻ ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങുമ്പോഴും അതിനുശേഷം KPSL എഴുതി അടിക്കാൻ ഓങ്ങുമ്പോഴും പിറകിൽ നിൽക്കുന്ന മോഹൻലാൽ നല്ലതുപോലെ ചിരിക്കുന്നതായി കാണാം. അത് പിന്നെ മോഹൻലാൽ അല്ല, ആരായാലും ചിരിച്ചു പോകും. കാരണം ശ്രീനിവാസന്റെ അമ്മാതിരി അഴിഞ്ഞാട്ടമായിരുന്നു ആ ഒരു സീൻ. അഭിനയിക്കുന്നതിനിടയിൽ അറിയാതെ ചിരിച്ചു പോയിട്ടുള്ള മറ്റ് സംഭവങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.